Hi friends, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗ്ലോബൽ പവറിന്റെ പുതിയ മോഡലായ GP3300 എന്ന മോഡൽ ഹൈ പ്രഷർ വാഷർ ആണ്. ഈ ഒരു ബോക്സിലായിട്ടാണ് മെഷീൻ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ മെഷീൻ. ഈ മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോപ്പർ വയർ ഇൻഡക്ഷൻ മോട്ടറാണ്. ഈ പവർ കേബിളിൻ്റെ ലെങ്ത് വരുന്നത് 6 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൗകര്യപ്രദമാണ്. ഈ മെഷീൻ്റെ സൈഡിലായിട്ട് 4 നോസിലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഈ നോസിൽ ഉപയോഗിച്ചാണ് നമ്മൾ വാട്ടർ ഗണ്ണ് 4 ആംഗിളുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് ഉപയോഗശേഷം നമുക്ക് ഇവിടെ തന്നെ ഊരി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് മെഷീൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചെടുക്കാവുന്നതാണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു മെഷീനാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ച് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനെല്ലാം വളരെ എളുപ്പമാണ്. ഇവിടെ ആയിട്ടാണ് വാട്ടറിൻ്റെ ഇൻലെറ്റ് കണക്ഷൻ കൊടുക്കേണ്ടത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ പോയിന്റിലാണ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് കണക്ഷൻ നമ്മൾ ഗണ്ണിലോട്ട് കൊടുക്കുന്ന പോയിന്റ്. ഇനി നമുക്ക് മെഷീൻ്റെ കൂടെ എന്തെല്ലാം ആക്സസറീസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഇതാണ് ഈ മെഷീൻ്റെ കൂടെ കിട്ടുന്ന ഗണ്ണ്. ഇത് 2 പീസായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഈ ഗണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട നോസിലുകൾ സെറ്റ് ചെയ്യേണ്ടത്. വളരെ ഈസിയായി നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ ഓരോന്നും മാറ്റി മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് മെഷീൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഓസാണിത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 മീറ്റർ ആണിത്. മെഷീൻ്റെ ഉള്ളിലോട്ട് വെള്ളം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓസാണിത്. ഇത് ഒരു ഹൈ പ്രഷർ ഓസാണിത്. മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ഗണ്ണിലോട്ട് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഓസാണിത്. ഈ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഒരിക്കലും ഫിൽറ്റർ ഇല്ലാതെ ഇത് വർക്ക് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കരട് കയറി മെഷീൻ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഈ പാക്കറ്റിനകത്താണ് ഫിൽറ്ററുകളും ബാക്കി കണക്ടറും എല്ലാം വരുന്നത്. ഈ മെഷീൻ്റെ സൈഡിലായിട്ടൊരു ഗൺ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. മെഷീൻ ഉപയോഗശേഷം നമുക്ക് ഈ ഗണ്ണ് സുരക്ഷിതമായ രീതിയിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആക്സസറീസ് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ഓസിൻ്റെ ഒരറ്റം ഗണ്ണിലും അതിൻ്റെ മറ്റേ അറ്റം മെഷീനിലെ ഔട്ട്ലെറ്റിലുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഓസിൻ്റെ ഒരറ്റത്ത് ഫിൽറ്ററും ഒരറ്റത്ത് കണക്ടറുമാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഫിൽറ്ററുള്ള ഭാഗമാണ് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ടാങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത്. മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഫിൽറ്ററുള്ള ഭാഗം വെള്ളത്തിൽ താഴ്ന്നിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഫിൽറ്റർ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഫിൽറ്ററിനകത്ത് അഴുക്കടിയുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളതെടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ മെഷീൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് വേണ്ടി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബക്കറ്റിൽ നിന്നല്ലാതെ നമുക്ക് നേരിട്ട് ടാപ്പിൽ നിന്നും ഓസ് വഴി വെള്ളം മെഷീനിലോട്ട് കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മെഷീൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം.
നല്ല പവറുള്ളൊരു മെഷീനാണിത്. അതുകൊണ്ട് ഈ മെഷീൻ ഒരു കാരണവശാലും മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ശരീരത്തിൽ ഉപയോഗിക്കരുത്. ഈ മെഷീൻ്റെ പവർ വരുന്നത് 3300 വാട്ട്സ് ആണ്. മെഷീൻ്റെ വർക്കിംഗ് പ്രഷർ വരുന്നത് 155 ബാറാണ്. 6 മാസമാണ് കമ്പനി നൽകുന്ന വാറണ്ടി. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ മെഷീൻ്റെ സ്പെയറും സർവീസും എല്ലാം കേരളത്തിൽ അവൈലബിൾ ആണ്.